ഇത് അയ്യൂബ് നബിയുടെ മക്ബറയാണ് കേട്ടോ. നമ്മൾ അയ്യൂബ് നബിയുടെ മക്ബറയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പം കുറച്ച് ആൾക്കാരുണ്ട്, നമുക്ക് വിശേഷങ്ങൾ കാണാം. ഓക്കെ, സലാലയിൽ വന്നിട്ട് നമ്മൾ അയ്യൂബ് നബിയുടെ മക്ബറയിൽ പോയിട്ടില്ലെങ്കിൽ അല്ലേ എല്ലാവരും ഒന്ന് കാണുന്നൊരു സ്ഥലമാണ്. നമ്മൾ ബാക്കിൽ കാണുന്നതാണ് കേട്ടോ അയ്യൂബ് നബിയുടെ മക്ബറ. നമുക്കുള്ളത്തെ വിശേഷങ്ങൾ കാണിച്ചു തരാം. മറ്റേ ഓർഡർ ആദം നബി അലൈഹി ഇസ്ലാം എന്ന് പറഞ്ഞ ഇദ്രീസ് നബി അലൈഹി ഇസ്ലാമിലെത്തി. നൂഹ് നബി, അവിടുന്ന് ഹൂദ് നബി, സാലിഹ് നബി, ഇബ്രാഹിം നബി, ലൂത്ത് നബി ഉണ്ട്. പിന്നെ ഇസ്മായിൽ നബി, ഇസാഖ് നബി, യാക്കൂബ് നബി, യൂസുഫ് നബി, ഇബ്രാഹിം നബീൻ്റെ ഇതിന് ഇസാഖ് നബീൻ്റെ എല്ലാം അയ്യൂബ് നബി ആയിരുന്നു. അവിടെ അയ്യൂബ് നബിയുടെ മക്ബറയാണ് നമ്മളിപ്പോൾ ഉള്ളത്. അയ്യൂബ് നബിൻ്റെ മക്ബറയിലാണ് ഉള്ളത്. പിന്നെ ഇതിങ്ങനെ ലാസ്റ്റ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തും. ഇവിടെ ഒരുപാട് പ്രവാചകന്മാർ, ഈ പ്രവാചകന്മാരൊക്കെ ഖുർആനിൽ പരാമർശിച്ചിട്ടുള്ള പ്രവാചകന്മാരുടെ പേരുകൾ അതർ ഇതിൽ പെടാത്ത. 12ാമത്തെ പ്രവാചക പരമ്പരയിൽ വരുന്നതാണ് അയ്യൂബ് നബിയുടെ മക്ബറയാണ് ഈ കാണുന്നത് അല്ലേ. അയ്യൂബ് നബിയുടെ പേര് ഖുർആനിൽ പരാമർശിച്ച ഭാഗങ്ങളാണ് ഇതും. അവിടെയൊക്കെ എഴുതി വെച്ചിട്ടുള്ള ആയത്തുകളാണ്. അതിൻ്റെ തന്നെ വലിയ ഇതാണ്. പിന്നെ ഇതിൻ്റെ താഴ്ഭാഗത്തുണ്ട് അയ്യൂബ് നബി പൊളിച്ചിട്ട് സൂര്യനൊക്കെ അസുഖം ഉണ്ടായിട്ട് പൊളിച്ചിട്ട് അസുഖന്മാരെ കുളമുണ്ട് താഴെ അല്ലേ കുറച്ച് നടക്കണത്. ഇത് ഇതിൻ്റെ ഉള്ളിൽ കാണിച്ചു കൊടുക്കുക. ഇത് നമ്മളെ അയ്യൂബ് നബി അലൈഹി സ്വലാമിൻ്റെ കാൽപാദമാണ്. അപ്പോൾ അതിന് അത് ശരിക്കും ക്ലിയർ ഇടുന്നു, സൂം ചെയ്യേണ്ടി വരും. ആ റോസാപ്പ് കാണുന്ന മുകളിൽ 2-3 പേർ ഫിംഗറിൽ കാണുന്നുണ്ട്. അതന്നെ ഈ മുകൾ ഭാഗം അത് വിരലിൻ്റെ ഭാഗം മറ്റു മടമ്പാണ്. പിന്നെ ഇവിടെ ഉണ്ട്, ഇവിടെ പണ്ട് ഇവരിവിടെ നിസ്കരിച്ച സ്ഥലമുണ്ട്. അതായത് നമ്മളിപ്പം കഅബയിലേക്കല്ല നമ്മുടെ കിബില കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അപ്പം അതിൻ്റെ തന്നെ 2 കിബിലയുള്ളത്. ഇതിപ്പം കഅബയിലേക്കുള്ളതാണ്. മുമ്പ് നമ്മൾ ബൈത്തുൽ മുഖദ്ദസിലേക്കാണ് നമ്മുടെ കിബില ഉണ്ടായിരുന്നത്. ബൈത്തുൽ മുഖദ്ദസിലേക്ക് ആ ഡയറക്ഷനാണ് ഇങ്ങോട്ടുള്ളത്. ഇപ്പം 2 കിബിലത്തേന്ന് അല്ലേ. ഇത് പഴയ നമ്മുടെ പലസ്തീൻ ബൈത്തുൽ മുഖദ്ദസ് ഇല്ലേ, അതിലേക്കുള്ള ഡയറക്ഷനാണ്. ഇതൊന്നുമില്ല, അത് സ്റ്റോറേജിൽ നിന്നൊക്കെയാണ്. കെട്ടിടം ഇപ്പം ഇങ്ങനെ ഉണ്ടാക്കിയതാണ്. മുമ്പ് കെട്ടിടം ഒന്നും ഉണ്ടായിട്ട് ഓപ്പൺ ആയിരുന്നത്. എന്തായാലും ഇത് സലാലിൽ കറക്റ്റ് ഉള്ള സ്ഥലത്തിന് വരുന്നത് ഇത് ജബൽ അയ്യൂബ്. ജബൽ അയ്യൂബിൽ വന്നു കഴിഞ്ഞാൽ അയ്യൂബ് നബിയുടെ മക്ബറ ആ ഏരിയകളെല്ലാം ഇവിടെ കാണാൻ പറ്റും. ഓക്കെ.